അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു i24 ചാനലുമായി നടത്തിയ അഭിമുഖത്തോടനുബന്ധിച്ചാണ് എങ്ങനെയൊക്കെയാണ് മുസ്ലിം രാജ്യങ്ങളെ നിങ്ങൾ സമീപിക്കുന്നത് കാണുന്നത് എന്നുള്ളതും ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അറേബ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ലക്ഷ്യമാണ് രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും രാജ്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും അതോടൊപ്പം തന്നെ രാജ്യാതിർത്തി നീട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും തൊട്ടടുത്ത അയൽ രാജ്യങ്ങളും കൂടി സംയുക്തമായി ചേർത്തുകൊണ്ടാണ് പ്രവൃത്തി തങ്ങൾ ആസൂത്രണം ചെയ്തത് എന്ന കാര്യം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സമ്മതിച്ചു. ഇതോടുകൂടി അറബ് ലീഗിലും അറബ് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കൊളോണിയൽ ഭരണത്തിൻ്റെ തുടർച്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത്. ആ പ്രവർത്തന രീതിയിൽ നിന്ന് അയാൾ മാറി നിൽക്കണമെന്ന് അറബ് ലീഗ് ആദ്യം തന്നെ പ്രതികരിച്ചു. സൗദിയും ഖത്തറും ഈജിപ്തും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടലും ഉത്കണ്ഠയും രേഖപ്പെടുത്തി. ദൈവിക ഉത്തരവാദിത്തമാണ് താൻ ചെയ്യുന്നത് എന്നാണ് ഇതിന് ഒറ്റ വാക്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി. സൗദി അറേബ്യയുടെ പകുതി ഭാഗം ഇറാഖ്, സിറിയ, ഈജിപ്ത്, ലെബനാൻ, ജോർദാൻ ഈ രാജ്യങ്ങളെല്ലാം കൂടി സംയുക്തം, അതായത് ലെബനാൻ്റെയും ജോർദാൻ്റെയും ആ രാഷ്ട്രങ്ങൾ അങ്ങനെ തന്നെ ഇസ്രായേലുമായിട്ട് ലയിക്കണം, ചേരണം എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ പകുതി ഭാഗം, സിറിയയുടെ ഏകദേശം 3/4 ഭാഗം, ഇറാഖിൻ്റെ ഏകദേശം 85%, സൗദി അറേബ്യയുടെ പകുതി ഭാഗം. ഇത്